ഞങ്ങളുടെ പ്രവർത്തന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്നല്ലേ ആരോടാ നിങ്ങൾ പറയുന്നത്? ഇത് നിങ്ങളുടെ പ്രബോധനമാണ്, 87-ലെ പ്രബോധനമാണ്. ഗൾഫിലെ പ്രവർത്തകന്മാരുടെ ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞ മറുപടി സെന്ററിന്റെ പ്രവർത്തനം മൊത്തത്തിൽ ഫീ സബീലില്ല എന്ന വകുപ്പിൽ ഉൾപ്പെടുന്നത് കൊണ്ട് അതിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അത് വിനിയോഗിക്കാവുന്നതാണ്. ഖുർആനിൽ പറഞ്ഞ 8 വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ഫീ സബീലില്ല, ദൈവിക മാർഗത്തിൽ എന്ന് പറയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാറിയും ഇവര് പറയുന്ന വകുപ്പല്ല. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രത്യേക ശമ്പളമൊന്നും പറ്റാതെ അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന പോരാളികൾ. അതെവിടെ ജമാഅത്തേരെ പെടും? ആ ഫീ സബീലിൽ നിങ്ങളങ്ങോട്ട് വ്യാഖ്യാനിച്ചു നിങ്ങൾക്ക് വണ്ടിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്ത പണിയാണ് ഈ ഫീ സബീലിലേക്കുള്ള വ്യാഖ്യാനം കൊടുത്തിട്ട് നിങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ? നിങ്ങൾ ചെയ്ത പണി അതിൽ നല്ല കാര്യങ്ങളൊക്കെ പെടുത്തി. എന്നാ ഇത് നിങ്ങളെ ഫിഖ്ഹു സുന്ന IPH പുറത്തിറക്കിയ പുസ്തകം, ഇതിലെ 94-ാമത്തെ പേജില് ഈ ദൈവിക മാർഗം പിടിച്ചിട്ടാണ് ഇപ്പൊ ഓഫീസിന്റെ വാടക കൊടുക്കുന്നത്. എന്നാ ഫിഖ്ഹു സുന്ന പറയട്ടെ, ഈ ദൈവിക മാർഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കണം എന്താണ്? ഇത് ഒരിക്കലും മുസ്ലിം ജമാഅത്ത് പുറത്തിറക്കിയ ബുക്കല്ല കേട്ടോ. ജമാഅത്തുകാരന്റെ IPH പുറത്തിറക്കി വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്ന ബുക്കാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇസ്ലാമിക ജിഹാദാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശമെന്നും ഗവൺമെന്റിൽ നിന്ന് നിശ്ചിതമായ ശമ്പളം പറ്റാത്ത സ്വയം സന്നദ്ധരായ യോദ്ധാക്കൾക്കാണ് ആ വകുപ്പിലേക്ക് നീക്കിവെച്ച സംഖ്യ നൽകേണ്ടതെന്നും അത്രേ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അങ്ങനെയുള്ളവർ ധനികരായാലും ദരിദ്രരായാലും സകാത്തിൽ നിന്നുള്ള ഓഹരി അവർക്ക് നൽകുന്നതാണ്. ഇതാണ് ഫീ സബീലില്ലാഹ്. ഇനി ഈ പുസ്തകത്തിന്റെ 103-ാമത്തെ പേജിൽ നല്ല കാര്യങ്ങൾക്കൊക്കെ സക്കാത്തിന്റെ ഫണ്ട് ചെലവാക്കാൻ പറ്റുമോ? സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ? സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഉണ്ടാക്കാൻ പറ്റുമോ? പാലുണ്ടാക്കാൻ പറ്റുമോ? ദഅവാ പ്രവർത്തനം നടത്താൻ പറ്റുമോ? സംഘടന വളർത്താൻ പറ്റുമോ? ഇതൊക്കെ അല്ലേ നിങ്ങൾ ചെയ്യുന്നതിപ്പോ. ഇതിന്റെ 103-ാമത്തെ പേജിൽ ഇവർ എഴുതി വെച്ച് ഞാൻ വായിച്ചുതരാം. ഈ സക്കാത്ത് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 103-ാമത്തെ പേജിൽ കേട്ടോളി. സക്കാത്തിന്റെ ആയത്തിൽ പറഞ്ഞ പുണ്യകർമ്മങ്ങൾക്കല്ലാതെ അള്ളാഹുവോടുള്ള സാമീപ്യത്തിന്റെ മാർഗങ്ങളായ മറ്റു പുണ്യകർമ്മങ്ങൾക്കൊന്നും സക്കാത്ത് വിനിയോഗിക്കാൻ പാടുള്ളതല്ല. ആയത്ത് പറഞ്ഞ 8 കൂട്ടർക്കല്ലാതെ ഒരു കൂട്ടർക്കും കൊടുക്കാൻ പാടില്ല. പുണ്യമല്ലേന്ന് കരുതിയിട്ട് വകുപ്പ് മാറ്റി ചെലവാക്കാൻ പാടില്ല. കേട്ടോളി. അപ്പോൾ പള്ളി നിർമ്മാണം, പാലമുണ്ടാക്കൽ, റോഡ് നന്നാക്കൽ, അതിഥികൾക്ക് സൗകര്യം ചെയ്യൽ, മൃതദേഹ സംസ്കരണം മുതലായവക്കൊന്നും സക്കാത്ത് ഉപയോഗിക്കാവതല്ല. മലയാളത്തിൽ എഴുതി വെച്ചവരാണിവര്. എന്നാൽ ഈ ചെയ്യുന്നവർക്ക് ആത്മാർത്ഥത ഉണ്ടോ? ഇത് സക്കാത്ത് തത്വവും പ്രയോഗവും. ജമാഅത്തെ ഇസ്ലാമിയുടെ IPH പുറത്തിറക്കിയ പുസ്തകം ഈ സക്കാത്ത് തത്വവും പ്രയോഗത്തിൽ ഈ പുസ്തകത്തിൽ ഇവർ പറയുന്ന നോക്കി നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, എന്താ അവര് പറയുന്നത്? മുസ്ലിം എഴുത്തുകാർക്കൊക്കെ സക്കാത്ത് കൊടുക്കാതെ, മാധ്യമത്തിൽ എഴുതുന്ന ലേഖകന്മാര് അമുസ്ലിങ്ങളാണെങ്കിൽ ഓൾക്ക് വരെ സക്കാത്ത് കൊടുക്കാന്നതിൽ ഞാൻ വായിച്ചാൽ ദൈവിക മാർഗം ചർച്ച ചെയ്യണം. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് റഷീദ് വരെ നേതാക്കൾ ഷെയ്ഖ് മഹ്മൂദ് സൽതൂത്ത് തുടങ്ങിയ ആധുനിക മുസ്ലിം ചിന്തകന്മാർ ഈ റഷീദ് പറഞ്ഞതാണ് ഇവർക്ക് തെളിവ്. ആരാ റഷീദ് എന്നറിയോ? അതും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹ്ക്ക് തിരുത്തു കൊടുത്ത മനുഷ്യനാ. അയാളെ തഫ്സീറുൽ മനാറുണ്ട്. അതിൽ പുള്ളി പറഞ്ഞെന്താണെന്നറിയോ? ഈ അല്ലാഹു തആല ഖുർആനിൽ ഇത്ര അധികം മുഅ്ജിസത്ത് അമ്പിയാക്കളുടേത് ഇത്ര അധികം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ കുറെ യൂറോപ്യന്മാർ ഇസ്ലാമിലേക്ക് വന്നിരുന്നേനെ. അപ്പൊ അള്ളാഹ്ക്ക് തിരുത്തു കൊടുത്ത മനുഷ്യനാ റഷീദ്. ആ റഷീദിലുള്ള അതേപോലെ ഷെയ്ഖ് മഹ്മൂദ് സൽതൂത്ത് തുടങ്ങിയ ആധുനിക മുസ്ലിം ചിന്തകന്മാർ മുസ്ലിങ്ങളുടെ പൊതു താൽപര്യ സംരക്ഷണത്തിനു വേണ്ടി ചെലവഴിക്കുന്ന ഏത് കാര്യവും അള്ളാഹുവിന്റെ മാർഗമാണെന്ന പക്ഷക്കാരാണ്. അതിൽ പള്ളിയും മദ്രസയും ആശുപത്രിയും ഫാക്ടറിയും എല്ലാം ഉൾപ്പെടും. ഈ പുസ്തകം പറയുന്നതോ ആശുപത്രി പറ്റൂല, ഫാക്ടറിക്ക് പറ്റൂല, റോഡ് ഉണ്ടാക്കാൻ പറ്റൂല, പാലുണ്ടാക്കാൻ പറ്റൂല, പള്ളി ഉണ്ടാക്കാൻ പറ്റൂല, സംഘടന ഓഫീസിന്റെ വാടക കൊടുക്കാൻ പറ്റൂല. ഇതിൽ പറയാൻ പറ്റും. ഇതാണോ ശരി? രണ്ടും IPH. ഇത് ശരി, ഇത് ശരിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് ജമാഅത്തേര് ഉളുപ്പില്ലാതെ സോഷ്യൽ മീഡിയയിൽ പറയാം, നോണ പറയാണ് വരുന്നത്. ഞങ്ങൾ ഓഫീസ് ഉണ്ടാക്കാന്ന് പറഞ്ഞേക്കണോ, ഞങ്ങൾ മാധ്യമം നടത്താന്ന് പറഞ്ഞേക്കണോ? ഞാൻ വായിച്ചാലും കേട്ടോളി, തീർന്നില്ല. ഞങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോളി. ഇന്നിപ്പോൾ
ഇസ്ലാമിക പ്രബോധനം ചെലവേറിയ കാര്യമാണ്. അതേതായാലും അള്ളാഹുവിന്റെ മാർഗമാണെന്ന കാര്യത്തിൽ തർക്കമുണ്ടാവുകയില്ല. ഇസ്ലാമിനെതിരിൽ ശത്രുക്കളുടെ പ്രചരണത്തെ നേരിടുക, അവരുടെ വാദങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയുക, ഈ വിഷയത്തിൽ പുസ്തകങ്ങളും ലേഖനങ്ങളും പത്രമാസികകളും പ്രസിദ്ധീകരിക്കുക തുടങ്ങിയവയൊക്കെ ഇന്ന് ഇസ്ലാമിക മാർഗത്തിലെ സുപ്രധാനമായ പ്രവർത്തനങ്ങളാണ്. അതിനാൽ സക്കാത്തിന്റെ പണം ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വരുന്നത് ഇസ്ലാമിക പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണെന്ന് പറയേണ്ടതില്ല. ചിലപ്പോൾ അമുസ്ലിമീങ്ങളെയും ഇതിൽ സഹകരിപ്പിക്കേണ്ടി വന്നേക്കാം. സക്കാത്തിന്റെ പൈസ അമുസ്ലിങ്ങൾക്കും ചിലപ്പോൾ കൊടുക്കാം. എന്നാ ഇവര് എഴുതി വെച്ച പ്രബോധനന്റെ അടുത്തുണ്ട് 71 പ്രബോധനം. വേണ്ടവരെ ഖുതുബാത്ത് ഉണ്ടല്ലോ, മൗദൂദിന്റെ ഖുതുബാത്ത്. ആ മൗദൂദിയുടെ ഖുതുബാത്ത് പറയുന്നത് എന്താണ്? മുസ്ലിം അല്ലാത്തവർക്ക് സക്കാത്തിന്റെ പൈസ കൊടുക്കാൻ പാടില്ല എന്നാണ്. ഇത് കേൾക്കണം. മുസ്ലിമീങ്ങൾക്ക് ആ വിഷയത്തിൽ തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാവില്ല. കാരണം ഓൽക്കും അറിയാം ചില മതവിശ്വാസങ്ങളും മത ആചാരങ്ങളും അങ്ങനെയാണ്. ഇപ്പൊ അവര് കറുത്ത മുണ്ടെടുത്താല് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള വിളിവിളിച്ചിട്ട് അവര് അയ്യപ്പ ഭക്തന്മാര് ശബരിമലയിലേക്ക് പോകുമ്പോ അവര് കറുത്ത മുണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു മുസൽമാന്റെ ഹോട്ടലിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കൂല. അത് വർഗീയതല്ല, അതവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നതുപോലെ. അതേ സമയത്ത് നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ അത് രാമചന്ദ്രനാണോ നോക്കണ്ട, അത് ബാലകൃഷ്ണനാണോ നോക്കണ്ട, അത് ഫാത്തിമയാകട്ടെ, മുഹമ്മദ് ആകട്ടെ, യൂസുഫ് ആകട്ടെ, വർഗീസ് ആകട്ടെ, മനുഷ്യനാണെങ്കിൽ ചേർത്ത് പിടിച്ച് അവന്റെ പട്ടിണി മാറ്റാതെ നീ വയറ് നിറച്ചുന്നത് നിന്റെ സംസ്കാരത്തിന് യോജിച്ച സംസ്കാരമല്ല എന്ന് പഠിപ്പിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സക്കാത്തിന്റെ പൈസ അങ്ങനെ കൊടുക്കാൻ പാടില്ല. എന്നാൽ ജമാഅത്തേര് പറയും, നോക്കിങ്ങള് ചിലപ്പോൾ അമുസ്ലിമീങ്ങളെയും ഇതിൽ സഹകരിപ്പിക്കേണ്ടി വന്നേക്കാം. ഉദാഹരണമായി ഇസ്ലാമിനെതിരിൽ നടത്തപ്പെടുന്ന പ്രചണ്ഡമായ പ്രചാരവേലക്ക് സമർത്ഥമായി മറുപടി പറയാൻ സന്നദ്ധനാവുന്ന ഒരു അമുസ്ലിം എഴുത്തുകാരന് നൽകപ്പെടുന്ന പ്രതിഫലം ഇതും സക്കാത്തിൽ നിന്ന് കൊടുക്കാം. അപ്പൊ മാധ്യമത്തിലും പ്രബോധനത്തിലൊക്കെ ഒരു അമുസ്ലിം ലേഖനം എഴുതുകയാണെങ്കിൽ അതിന്റെ കാശടക്കം സക്കാത്ത് ഫണ്ടിൽ നിന്ന് കൊടുക്കാന്ന് നിങ്ങൾ എഴുതിയത്. ഇതുകൊണ്ടാണ് ബൈത്തു സക്കാത്തിനെതിരെ കേരളത്തിലെ പണ്ഡിതന്മാര് രംഗത്ത് വന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിക പ്രവർത്തനമാണ് നിങ്ങൾ ഇതിന്റെ മറവിൽ ചെയ്യുന്നു എന്ന് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന ഇസ്ലാമിക പ്രവർത്തനം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന ഇസ്ലാമിക പ്രവർത്തനം ഒരു കാര്യം കൂടെ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു തരാം. ഇത് ഇവരുടെ പ്രബോധനമാണ് 71. അമുസ്ലിമിന് കൊടുക്കാൻ പാടില്ല. ഇവർ കൃത്യമായിട്ട് നിന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, ഇവരെന്നെ പറയുന്നുണ്ട് അതൊരിക്കലും കൊടുക്കാൻ പാടില്ല. കൊടുത്തിന്റെ ഉദാഹരണം ഞാൻ വായിച്ചുതരാം. 83 മാതൃഭൂമി ഇവര് പറയുന്നുണ്ടല്ലോ സക്കാത്തോണ്ടാണ് ഈ കളിക്കുന്ന തോന്നിയാസം. 83 മാതൃഭൂമിയിൽ നിങ്ങൾക്ക് ഒരു വാർത്ത കാണാം. ശാന്തപുരം മഹല്ല് മാതൃക കാട്ടി. പെരിന്തൽമണ്ണക്കടുത്ത് ശാന്തപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുത്തെ മഹല്ല് മാതൃക കാട്ടി. എന്താ മാതൃക കാട്ടിയത്? സക്കാത്ത് ഫണ്ടിൽ നിന്ന് മഹല്ലിലെ ഹരിജനായ കപ്പായിന് തെങ്ങിൻ തൈ വാങ്ങിച്ചു കൊടുത്തു. 83 മാതൃഭൂമി. ഞാൻ ചോദിക്കുന്നു, ദീനോട് തോന്നിയാസം കളിക്കുകയാണോ ജമാഅത്തേരാ? ഇനി മാത്രമല്ല, ഇവിടെ വന്ന സഹോദര സഹോദരിമാര് മനസ്സിലാക്കണം, എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക പ്രവർത്തനം എന്താ? അതും കൂടി ഒന്ന് പറഞ്ഞാൽ നിർത്താം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക പ്രവർത്തനം എന്താ? ഒരു പറഞ്ഞല്ലോ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാം, ഇസ്ലാം ഇവിടെ പിന്നെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാം എന്ന് പറഞ്ഞല്ലോ. ജമാഅത്തെ ഇസ്ലാമിലുള്ള ഇസ്ലാമിക പ്രവർത്തനം എന്താ? എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക പ്രവർത്തനം? 1940-കൾക്ക് ശേഷം ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി കടന്നു വന്നപ്പോ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ച നയം എന്താണ്? ഇന്ത്യയിലെ ഭരണം താഗൂത്ത് ഭരണമാണ്. ആ ഭരണത്തെ അംഗീകരിക്കാൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല. ഇതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നയ നിലപാട്. ഇനി മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി, ഞാൻ ഇവിടെ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പറയട്ടെ, വളരെ വേദനയോടെ പറയട്ടെ, നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് തീവ്രവാദത്തിലേക്ക് പോകരുത്. അവര് വർഗീയ ചിന്ത പേറുന്നവരാകരുത്. അവര് സമാധാനത്തോടെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മ ചെയ്യുന്ന ചെറുപ്പക്കാരായി മാറണം. അതിന് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം പേറിയാൽ എന്താ ഉണ്ടാകുക? ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം എന്ന മൗദൂദിയുടെ പുസ്തകം. ഇന്നും ജമാഅത്തിന്റെ IPH പോയാൽ വാങ്ങിക്കാൻ കിട്ടുന്ന പുസ്തകം. ഇതിന്റെ ഇടയ്ക്ക് ജമാഅത്തെ ഒരു മൗദൂദിനെ തള്ളി എന്ന് കേട്ടു. മൗദൂദിനെ തള്ളി സാഹിത്യം തള്ളാൻ തയ്യാറുമില്ല.
മൗദൂദിയത്ത് അല്ലെങ്കിൽ IPH ആണ് ആദ്യം പൂട്ടേണ്ടത്. സകല പുസ്തകം അവിടുന്ന് ഒഴിവാക്കി. മൗദൂദ് നിങ്ങൾക്ക് സ്വീകാര്യനല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തുറന്നു പറ. ഇത് നിങ്ങൾ പുറത്തിറക്കിയ പുസ്തകമാണ്. ഞാൻ ഈ എന്തിനാണെന്ന് ഞാൻ ചോദിക്കട്ടെ, ഇത് പറഞ്ഞില്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ പാപ്പരത്വം തുറന്നു കാണിച്ചില്ല എങ്കിൽ മതേതര രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കുന്ന അപകടങ്ങളെ കുറിച്ച് മുസ്ലിം സമുദായത്തിനും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോടും തുറന്നു പറഞ്ഞില്ല എങ്കിൽ നമ്മൾ ഏറ്റവും വലിയ കുറ്റക്കാരാവും. ഉമ്മമാരെ, നിങ്ങൾ ആലോചിച്ചോളൂ, എന്താണ് ഇവർക്കുള്ള കുഴപ്പം? ജമാഅത്തെ ഇസ്ലാമി പലരും പല കോലത്തിലൊക്കെ വല വീശി പിടിക്കട്ടോ. നല്ല ആലോചിച്ചോ. ഒരു ഖുർആൻ ക്ലാസിന്റെ പേരിൽ പെണ്ണുങ്ങളെ കൊണ്ടുപോകും. അവസാനം എവിടുക്കാതെ എത്തുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചോ. 4 തവണ ഈ മനുഷ്യൻ ജയിലടക്കപ്പെട്ടിട്ടുണ്ട്. ഈ മൗദൂദി അതൊന്നും ഓര് പറയില്ല. മൗദൂദിയുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തോണ്ടല്ലേ അയാൾ അപകടം പിടിച്ച വാദം ജമാഅത്തെ ഇസ്ലാമിയുടെ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം അപകടകരമാണ്. ഇന്നും നമ്മുടെ രാജ്യത്തെ ഭരണകൂടങ്ങൾ സംശയത്തോടെ ജമാഅത്തെ ഇസ്ലാമിയെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഏടാകൂടത്തിൽ പോയി പെടണോ വേണ്ടെന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കും, ഇതിൽ ഞാനിത് വെറുതെ പറയും, ഇത് വായിച്ച നിങ്ങൾക്ക് തിരിയും ജമാഅത്തെ എന്താണ് കേരളത്തിലെ മുസ്ലിങ്ങളോട് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം ഒരു താത്വിക വിശകലനം എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ കണ്ടോ നിങ്ങൾ, ഇയാള് പറയാണ് മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്നു പ്രസ്താവിക്കുന്നു. മൗദൂദി തുറന്നു പറയാണ്, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. എങ്ങനെ? ആധുനിക ജനാധിപത്യം, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. ഓ എന്റെ ഉമ്മമാരെ, ഈ പറഞ്ഞത് എന്താണ്? ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യം സ്വീകരിച്ച് മുസ്ലിമാകാൻ കഴിയൂല. ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിന് വിരുദ്ധമാണ്. ഇനി കേട്ടോളൂ, നിങ്ങൾ അതിന്റെ മുന്നിൽ സർവാത്മനാ തല കുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനിനെ പിറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങൾ അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. ഏതൊരു പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളെന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ അതിന്റെ ആത്മാവും ഈ അവിശുദ്ധ വ്യവസ്ഥിതിയുടെ ആത്മാവും തമ്മിൽ തുറന്ന സമരത്തിലാണ്. അതിന്റെ മൗലിക തത്വങ്ങളും ഇതിന്റെ മൗലിക തത്വങ്ങളും തമ്മിൽ പ്രത്യക്ഷ സംഘട്ടനമാണ്. അതിന്റെ ഓരോ ഘടകവും ഇതിന്റെ ഓരോ ഘടകവുമായി സന്ധിയില്ലാത്ത യുദ്ധമാണ്. ഇസ്ലാമും ജനാധിപത്യവും തീരെ അംഗീകരിക്കാൻ കഴിയില്ല. ഇനി കേട്ടോളൂ, നിങ്ങൾ പ്രസ്തുത വ്യവസ്ഥിതിയുമായി ഇസ്ലാം യോജിക്കുന്ന ഒറ്റ പോയിന്റുമില്ല. ആ വ്യവസ്ഥിതി അധികാരം വാഴുന്നിടത്ത് ഇസ്ലാം വെറും ജലരേഖയായിരിക്കും. ഇസ്ലാമിന് സ്വാധീനമുള്ള ദിക്കിൽ ആ വ്യവസ്ഥക്ക് സ്ഥാനമുണ്ടാവുകയില്ല. നിങ്ങൾ പരിശുദ്ധ